ഹായ് അസ്സലാമു അലൈക്കും ഗായ്സ് ഞങ്ങൾ ഇന്ന് ഒരു അടിപൊളി കുഴിമന്തിയൊക്കെയാണ് ഗായ്സ് ഉണ്ടാക്കാൻ പോണ്. ഇത് ഞാൻ മാത്രമല്ല വോയിസ് അതൊക്കെ ഇടുന്നു. ഞാൻ കുറച്ച് വീഡിയോ പിടിച്ച് കൊടുത്തിട്ടുണ്ട്, താത്തയും കുറച്ച് കൊടുത്തുള്ളൂ. എൻ്റെ ഭാഷയൊക്കെ അതിലുണ്ടാവും ഗായ്സ്. ഇടയിൽ വെച്ചിട്ട് ചിലതിലൊന്നും ഉണ്ടാവില്ല, താത്ത എടുത്ത കാരണം. അതുകൊണ്ട് ഞാനിപ്പോൾ വീഡിയോ റെക്കോർഡിൽ ചെയ്യണം ഗായ്സ്. പിന്നെ ഗായ്സ് കുട്ടികൾക്ക് കുറച്ച് ഉണ്ടാക്കി കൊടുത്താൽ നന്നായിട്ടുണ്ടാവും. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ലൈക്ക് സബ്സ്ക്രൈബ്. നമുക്ക് വീഡിയോക്ക് പോവാം. ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ഞാൻ മാത്രമല്ല കേട്ടോ, അപ്പോൾ എൻ്റെ മോനും കൂടി ഉണ്ട്. അപ്പം ഞാൻ സാധാരണ എൻ്റെ മൂത്ത മക്കളുടെ അടുത്താണ് പിടിക്കാൻ കൊടുക്കുക കേട്ടോ വീഡിയോ ഒക്കെ. അപ്പോൾ ഇന്ന് അവൻ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ അവൻ്റെ കുറേ സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇട്ടത്. പക്ഷെ അവൻ്റെ കേട്ടപ്പോൾ കുറച്ച് രസമായി തോന്നി. അപ്പോൾ നിങ്ങളും കൂടെ ഒന്ന് കേൾക്കട്ടെ വിചാരിച്ചു. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. അപ്പം ഇത് മന്തി റൈസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു മഞ്ഞ കളറുള്ള റൈസ് 1 കിലോനാണ്. ഒരു 4 മണിക്കൂറോളം നമ്മൾ കുതിരാൻ വെക്കണം കേട്ടോ. പിന്നെ ഇതിനായിട്ട് ആവശ്യത്തിന് 2-3 ടേബിൾ സ്പൂൺ എണ്ണ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ്. പിന്നെ ഒരു 3 ക്യൂബാണ് കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ മാഗി ക്യൂബാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പിച്ചിയാക്കി കൊടുക്കുക കേട്ടോ. അതായത് ഗ്യാസിൽ വെച്ചിട്ടില്ല കേട്ടോ. നമുക്ക് ആദ്യം കുറച്ച് പ്രിപ്പറേഷനൊക്കെ ഉണ്ട്. പിന്നെ അടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ അതൊരു സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനിയുള്ള വീഡിയോയിലൊക്കെ മോന് പറയുന്നുണ്ട് കേട്ടോ. ഉള്ളിയും പിന്നെ കുറച്ച് എന്തായിരുന്നു അതിൻ്റെ പേര്, ക്യാപ്സിക്കും ഇടാൻ പോകണം. ഇടണം. പിന്നെ ഉള്ളി അരയൊക്കെ ഇടാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അതിൻ്റെ രുചി പോകും. നമുക്ക് മല്ലി ഇടാം കേട്ടോ, കുറച്ച് മല്ലി, പിന്നെ കുറച്ച് ജീരകം ഇടാം കേട്ടോ. നമുക്ക് ഇനി കുറച്ച് ഉപ്പ് ഇടാം കേട്ടോ. ഉപ്പ് കുറേ കൂടാൻ പാടില്ല, കുറച്ചൊക്കെ ഇടാൻ പറ്റുള്ളൂ. നമുക്ക് ഇനി കുറച്ച് മുളക് പൊടിയൊക്കെ ഇടാം. മുളക് പൊടി അത്ര കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഇനി കുറച്ച് ഇതിൽ വലിയുള്ളി 2 ഇട്ട് കേട്ടോ. അപ്പോൾ മോന് പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് ആയതാണ് കേട്ടോ. അപ്പോൾ അവൻ ബാക്കിയൊക്കെ പറയണ്ട്. ഇനി നമുക്ക് കുറച്ച് മന്തി മസാല ഇടാം. കൂടുതലാവാനും പാടില്ല, കുറയാനും പാടില്ല. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഇടാം കേട്ടോ. അത് നമുക്കൊരു ഗ്ലാസ് കിട്ടുന്നത് സ്പൂണ് കിട്ടുന്നത് ഇടാം. ഒരു സ്പൂണിൻ്റെ അത്ര അതാവാൻ പാടില്ല, അതിൻ്റെ അപ്പുറം ആയ അതിൻ്റെ ടേസ്റ്റും പോകും, അതിൻ്റെ രുചിയും. കുറച്ച് കുരുമുളക് നമുക്ക് കൂടുതലാവാൻ പാടില്ല, കുറേ. ഇനി നമുക്ക് അതിനൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് എന്താ വെച്ചാൽ ഇങ്ങനെ ഇളക്കുമ്പോൾ അതിൻ്റെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല കളറ് ഉണ്ട് കേട്ടോ ഗൈസ്. ഇതിൽ നല്ല കളറുണ്ട്, ശരിക്കും നല്ല കളറുണ്ടോ ഗൈസ്? ഇത് കണ്ടോ ഗൈസ്, നല്ല അടിപൊളി കളറായിട്ട് വന്നിട്ടുണ്ട്. ഒന്നും പറയാനില്ല ഗൈസ്. ഇത് കണ്ടോ ഇങ്ങനെ വന്നോ. ചിക്കൻ ഇടുമ്പോ അതിന്റെ രുചി, അതിന്റെ വേറെ പറഞ്ഞാൽ മനസ്സിലാവില്ല ഗൈസ്. അപ്പൊ ഞങ്ങൾക്ക് ഒക്കെ എടുത്തിടാം കേട്ടോ. ചിക്കൻ ഇടാം കേട്ടോ. ഞാൻ ഒരു 3 പീസും കൂടി ഉണ്ട് ഗൈസ്, അത് നമുക്ക് ഇടാം. അതിൻ്റെ രുചി ഇത് ഇളക്കുക, അതിൽ പിടിച്ച് ഇങ്ങനെ കുലുക്കുക ഇളക്കുക. അപ്പം അതിൻ്റെ ടേസ്റ്റ് വേറെ ആയിട്ട് വരും. എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു 2ഉം കൂടി അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ അതിൻ്റെ രുചി അങ്ങോട്ട് മാറും. പിന്നെ അതിൻ്റെ ഒരു രുചിയും അതൊക്കെ വരുമ്പോൾ പിന്നെ അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് മാറും. രുചിൻ്റെ രുചി ആയിരിക്കും ഗായ്സ്. ഇങ്ങനെ കൊതി വരും. കൊതിയൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും ഇതൊക്കെ വരിക. ഞങ്ങൾക്ക് കൊതിയൊക്കെ വരും ഗായ്സ്. ഇതാണ് ഞങ്ങളുടെ ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഗായ്സ്. മന്തി ഉണ്ടാക്കാൻ പോണ്. ഞങ്ങളുടെ ചിക്കൻ ഇപ്പം റെഡി ആയിക്കാണ്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ പോണതാണ് മന്തി ഗായ്സ്. അറിയാണ്ട് മറന്നുപോയി, കുഴിമന്തി ഇടാൻ മറന്നുപോയി. കുഴിമന്തി അല്ലടാ, കുരുമുളക്. കുരുമുളക് ഇടാൻ മറന്നുപോയി ഗായ്സ്. ഇപ്പൊ നല്ല അടിപൊളിയായി തോന്നുന്നുണ്ട്. ഇനി കുറച്ച് ഇളക്കണം ഗായ്സ്. എന്താ ചെയ്യാ ഗായ്സ്, അറിയാണ്ട് പോയി. ഇനി ഇളക്കണ്ടെങ്കിൽ ഞങ്ങളുടെ ചട്ടകം ഇട്ട് ഇളക്കി
ഒന്നും പറയണ്ട. കളർ വേണ്ട, കളർ വേണ്ട തന്നെ അറിയാം. കാണുന്നതിനെ ഇപ്പൊ തന്നെ കഴിച്ചു കൊതിക്കുന്നു ഞാൻ. എനിക്ക് ഇപ്പൊ തന്നെ വയറ്റ് കയറ്റുന്നുണ്ട് ഗായ്സ്. ഞാൻ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞ ഒന്നുപോലും ബാക്കി വയ്ക്കില്ല ഗായ്സ്. പാത്രം ഫുള്ളായിരിക്കും, പാത്രം വരെ ക്ലീൻ ആയിരിക്കും ഗായ്സ്. ആണെങ്കിൽ നമുക്ക് അടുത്തതിൽ കാണാം. ബൈ ബൈ, ടാറ്റ. ഡ്രസ്സിങ് സ്ഥലം ഗായ്സ്. നമുക്ക് ഇനി അതിനകത്ത് അടുപ്പത്ത് വെക്കാട്ടോ, കത്തിച്ചു കൊടുക്കട്ടെ ഗായ്സ്. ഞങ്ങൾ കത്തിച്ചിട്ടുണ്ട് ഗായ്സ്. ചിക്കൻ ഞങ്ങളുടെ ഇവിടെ വേവിച്ചോടിക്കാണ്. അതിന് ഇനി ഒരു കമ്മി വെച്ചിട്ട് ഒരു കുറച്ച് മൂടി വെക്കണം കേട്ടോ. ഞങ്ങൾ മൂടി വയ്ക്കാൻ പോകണം ഗായ്സ്. ഞങ്ങൾ എന്തായാലും അതിൻ്റെ അമ്മ അതിൻ്റെ കളറും പിന്നെ അതിൻ്റെ രുചിയും അതൊരു വേറെ നിങ്ങൾക്കൊന്നും പറഞ്ഞ മനസ്സിലാവില്ല ഗായ്സ്. ആണെങ്കിൽ നമുക്ക് ഡ്രസ്സിംഗ് സ്ഥലം. ബൈ ബൈ. ഹലോ ഗായ്സ്, ഈ സാധനം കണ്ട് ഇതാണ് അജീസ്. നിങ്ങൾക്ക് അറിയാത്ത കാരണം പറഞ്ഞ ഇത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ. നിങ്ങളൊന്ന് നോക്കിക്കോട്ടെ. ഇത് കാണിച്ചു തരാനാണ് ഗായ്സ്. ഇനി നമുക്ക് കുഴിമന്തിൻ്റെ കാര്യം നോക്കാം. കമോ. ഹലോ ഗായ്സ്, ഞങ്ങൾ പിന്നെ വന്നു. കുഴിമല പോലെ ഞങ്ങൾ ഇടാൻ പോണു ഗായ്സ്. അയ്യോ ഗായ്സ്, ഞങ്ങൾ അതിൻ്റെ പേരെനിക്ക് പറയാൻ കൊടുത്താൽ എന്താ അറിയില്ല ഗായ്സ്. ഞാൻ ചെറുതായിരിക്കും, പക്ഷെ എനിക്ക് എന്താ അറിയില്ല. ഒക്കത്തിൻ്റെ പേര് അറിയാം ഗായ്സ്, പക്ഷെ ഇതിൻ്റെ പേര് മാത്രം പറയാൻ പറ്റുന്നു ഗായ്സ്. അതെന്തോ ഒരു കംപ്ലൈൻ്റ് ആയി ഗായ്സ്. ഇനി എങ്ങനെ ഇടാൻ പോവാണ്? മഞ്ഞൾപ്പൊടി ഇടാണ് ഗായ്സ്. നന്നായി ഇളക്കി കൊടുത്താൽ ഇങ്ങനെ ഇട്ടത് അതിൻ്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് നോക്കിയാൽ രുചിയായിട്ടുണ്ടാവും. പിന്നെ മറ്റേ വലിയ ബക്കറ്റിൽ ഞങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചു, ചൂടുവെള്ളം. ഇതാണ് ഞങ്ങളുടെ വലിയ ബക്കറ്റിൽ ഞങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് വേറെ കാണാം. ബൈ ബൈ, ഡ്രസ്സിംഗ് ടൈം. ബൈ ബൈ, ടാറ്റാ ഗായ്സ്. നമുക്കിനി കുരുമുളക് തന്നെ ഇടാം ഗായ്സ്. കുരുമുളക് ഗായ്സ്, കുരുമുളക് ഗായ്സ്. നമുക്ക് പട്ടയും കാവലയും പിന്നെ കാറാമ്പും ഏലക്കും കൂടി ഇടാം. നമുക്ക് കുറച്ച് നാരങ്ങ ഇടാം. നാരങ്ങ ഇട്ടു. ഉണക്ക നാരങ്ങ, ഞങ്ങളുടെ മുത്തി നാരങ്ങ. ക്യൂബ് ഇടാൻ പോകണ്ട, അരച്ചൊക്കെ ഇടണമില്ലേ അതിൻ്റെ ടേസ്റ്റ് പോവും. അടിപൊളി സാധനം കണ്ട ഗായ്സ്. ഹായ്. അപ്പോൾ ഇക്ക പുറത്തേക്ക് പോകാൻ വിളിച്ചപ്പോൾ അവൻ വേഗം ക്യാമറ എൻ്റെ തന്നിട്ട് അവൻ പോയിട്ടോ. അപ്പോൾ പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ രസമായി തോന്നിയപ്പോൾ ഒന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളം എന്താ ഒരു ഭാഗത്ത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ചിക്കനും ഇതേപോലെ ഒന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കുറച്ച് മാറ്റി വയ്ക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ വെള്ളം ഊറ്റിയെടുക്കുന്നതുകൊണ്ട് 2-3 ഉപകാരമുണ്ട്. നമുക്ക് അതിൻ്റെ ഗ്രേവി ചോറ്റിൽ ഇടയിലിടയിൽ ഇട്ട് കൊടുക്കാനായിട്ട് ആവശ്യം വരും. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ വെള്ളം എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചിക്കന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വീണ്ടും ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റി ആയിരിക്കും. അപ്പം നമുക്കിത് അല്പം ഗ്രേവി മാത്രം മതി. പിന്നെ അതിൽ എണ്ണയും കാര്യങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ, അതൊക്കെ അതിലുള്ളത് മാത്രം മതി. അപ്പോൾ നമുക്ക് മന്തി ഉണ്ടാക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് എണ്ണ നെയ്യ് ഒന്നും ആവശ്യമില്ലാതെ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതവിടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് ഏകദേശം ഒരു 10-15 മിനിറ്റോളം തിളയ്ക്കണം കേട്ടോ. അത്രയ്ക്കും നല്ല വേവുള്ള ഒരു അരിയാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം വേവിച്ചിട്ടാണ് ഇതിൽ വെക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ളം എല്ലാം ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആ നേരത്തെ അരി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ സാധാരണ മന്തിക്ക് വലിയ ചിക്കനാണ് എല്ലാവരും എടുക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് വലിയത് ഉണ്ടായിരുന്നില്ല, കറി കട്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ അടുത്തുള്ളത്. പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ചാർക്കോളാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമുക്കിത് ഗ്യാസിൽ തന്നെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ചോറൊക്കെ ഒരുവിധം ആയി, അതേപോലെ ചിക്കനൊക്കെ ആയി വരുന്ന സമയത്ത് ചൂടാക്കാൻ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ ആയി വന്നിട്ടുണ്ട്.
അപ്പോൾ നമുക്കിതൊരു ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഗ്രേവിയാണ്. ആ ഗ്രേവി ആദ്യം നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെന്ന് വെച്ചാൽ അതിലുള്ള ഓയിലും കാരണം നമ്മൾ അടി പിടിക്കാതെ നമുക്ക് നന്നായിട്ട് ദം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചിക്കനും കൂടെ അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് നമുക്കിതിലോട്ട് ചോറ് നമ്മൾ ഒരു പകുതി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കതിൻ്റെ ഇടയിൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഗ്രേവി ഒന്ന് ഇടയിലൊന്ന് ഒഴിച്ച് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലോട്ട് ഇങ്ങനെ ഒന്ന് എടുത്ത് കൊടുക്കുക. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മഞ്ഞ കളറിന് വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും കുങ്കുമപ്പൂവും കൂടി ഇട്ടതാണ് കേട്ടോ. കുങ്കുമപ്പൂ മാത്രമാകുമ്പോൾ അത്ര കളർ കിട്ടില്ല പറഞ്ഞിട്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടത്. അപ്പോൾ കളറൊന്നും ആവശ്യമില്ല, നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഗ്രേവിയും കൂടെ അതിൻ്റെ മേലോട്ട് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് അല്പം പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ പച്ചമുളക് വെക്കുമ്പോൾ അതിൻ്റെ ഒരു നമ്മൾ കൽക്കരിൻ്റെ ഒരു മണം, അതുപോലെ പച്ചമുളകിൻ്റെ എല്ലാം കൂടി അതിൽ ചോറ്റിൽ അതിൻ്റെ ഫ്ലേവർ ഇറങ്ങുമ്പോഴാണ് ശരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ മന്തിയുടെ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ മേലെ ഇതുപോലെ മഞ്ഞവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതുപോലെ ആ കൽക്കരി നന്നായി കത്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആയതിനു ശേഷം നമ്മളിങ്ങനെ ഒരു സ്പൂണ് ഓയിൽ അതിൽ മേലൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ പുക വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ട് എല്ലാം ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അധികം പുക പോവാതെ തന്നെ ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു 15-20 മിനിറ്റോളം നമ്മളൊന്ന് നല്ലോണം ലോ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ അടിയിൽ ചപ്പാത്തിക്കല്ല് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അടിയിൽ വെക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ അടിയിൽ പിടിക്കാതെ നമുക്ക് കിട്ടും കേട്ടോ. ദോശക്കല്ല് ഒരിക്കലും വെക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇതെൻ്റെ മോൻ വന്നിട്ടുണ്ട് കേട്ടോ. ഹലോ ഗായ്സ്, ആ കവർ തുറക്കുമ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ലടിച്ച് ഊട്ടി വന്നു ഗായ്സ്. ഞാൻ വെറുതെ പറയില്ല, അതിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ ഏതോ ഹോട്ടലിലൊക്കെ അവരുണ്ടാക്കി കൊണ്ടുവന്ന് ഇടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇല്ലേ, അതാണിത്. വേറെ ഒരു കംപ്ലൈൻറ്റും ഇല്ല, അതേ ടേസ്റ്റ്, അതേ സാധനം, ഒരു സാധനം പോലും മിസ്സായിട്ടില്ല ഗായ്സ്. എനിക്കിപ്പോൾ ഇവിടെ ടൈമില്ല, മന്തി കഴിക്കണം ഗായ്സ്. ബാക്കിയേക്കും ബൈ. അപ്പോൾ അവന് മന്തിയൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പവും അതേപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മന്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കുക, സപ്പോർട്ട് ചെയ്യാം. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എന്നും ആവശ്യമാണ്. അപ്പോൾ നമുക്ക് വീണ്ടും അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാതിരിക്കും. ബൈ, അസ്സലാമു അലൈക്കും.